2014 ISL ഫൈനൽ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇയാൻ ഹ്യൂമും കൂട്ടരും അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടാൻ മുംബൈയിലെ DY പട്ടീൽ സ്റ്റേഡിയത്തിൽ അണിനിരന്നു. 90 മിനിറ്റിന് ശേഷവും 0-0 എന്ന ഗോൾ നിലയിലായിരുന്നു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകും എന്ന് വിചാരിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്തേക്ക് മുഹമ്മദ് റഫീഖിന്റെ ഒരു ഹെഡർ. അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യത്തെ ജേതാക്കളായി ATK മാറി. നമ്മുടെ KGF പറയുന്ന പോലെ അന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗും ജനിച്ചു, പുതിയ ഇന്ത്യൻ ഫുട്ബോളും. ഇന്ത്യയുടെ ആദ്യത്തെ ഫുട്ബോൾ ലീഗായിരുന്നു NFL. എന്നാൽ NFL അത്ര പോപ്പുലർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2006 AIFF അഥവാ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ NFL റീബ്രാൻഡ് ചെയ്ത് കുറച്ചുകൂടി പ്രൊഫഷണലായി ലീഗ് സിസ്റ്റം ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ AIFF എന്റർടൈൻമെന്റിനൊപ്പം ചേർന്ന് NFL ഒരു പുതിയ ലീഗായി റീബ്രാൻഡ് ചെയ്യാൻ 10 വർഷത്തെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ പുതിയ ഒരു ടോപ്പ് ടയർ ലീഗ് കൊണ്ടുവരുന്നു, I ലീഗ്. എന്നാൽ AIFF വിചാരിച്ച പോലെ ഉള്ള റെസ്പോൺസൊന്നും I ലീഗിന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ CUമായുള്ള ഡീൽ AIFF കട്ട് ഷോട്ട് ചെയ്തു. AIFF വിചാരിച്ചാത്ത റെസ്പോൺസ് I ലീഗിന് ലഭിക്കാത്തതുകൊണ്ട് തന്നെ AIFF തങ്ങളുടെ മണി ബാങ്ക് തുറക്കുന്നു. അങ്ങനെ AIFF ഇന്റർനാഷണൽ മാനേജ്മെന്റ് ഗ്രൂപ്പ് ഓഫ് USAയും റിലയൻസ് ഇൻഡസ്ട്രീസുമായി 700 കോടിയുടെ 15 വർഷത്തെ ഡീൽ സൈൻ ചെയ്യുന്നു. ഈ ഡീലിൽ IMG റിലയൻസിന് എക്സ്ക്ലൂസീവ് സ്പോൺസർഷിപ്പ് റൈറ്റ്സ്, മാർക്കറ്റിംഗ് റൈറ്റ്സ്, ഫ്രാഞ്ചൈസി റൈറ്റ്സ്, ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ്, മീഡിയ റൈറ്റ്സ് തുടങ്ങി പുതിയ ലീഗ് ആരംഭിക്കാനുള്ള എല്ലാ റൈറ്റ്സും കിട്ടുന്നു. അങ്ങനെ 2014 ഇന്ത്യയിൽ ഒരു ബ്രാൻഡ് ന്യൂ ഫുട്ബോൾ ലീഗ് ആരംഭിക്കുന്നു, ഇന്ത്യൻ സൂപ്പർ ലീഗ്. എന്നാലും ഈ സമയം I ലീഗ് മുൻപത്തേക്കാൾ കുറച്ചുകൂടി നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2011-ലും 2012-ലും I ലീഗിന്റെ സീനിയർ മാനേജ്മെന്റും IMG റിലയൻസിന്റെയും ഓണേഴ്സും തമ്മിൽ അവർക്കെല്ലാം ആഗ്രഹമുണ്ടായിരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയുള്ള കുറേയധികം ചർച്ചകൾ നടത്തി. കാശിനു വേണ്ടി, സോറി ഇന്ത്യൻ ഫുട്ബോളിന്റെ പുരോഗമനത്തിന് വേണ്ടി. എന്നാൽ ആ ചർച്ചകളൊന്നും നടന്നതുമില്ല. ഈ കാര്യങ്ങൾ അങ്ങനെ നീണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ അവസാനം 2013 ഒക്ടോബറിൽ ISL ലോഞ്ച് ചെയ്യുന്നു. അങ്ങനെ 2014 8 ടീമിനെ വെച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫസ്റ്റ് സീസൺ നടക്കുന്നു. അന്നത്തെ AIFFന്റെ വിഷൻ എന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഫുട്ബോളിൽ വളരെയധികം പുരോഗമിച്ചുകൊണ്ട് 2026 വേൾഡ് കപ്പിൽ ഇന്ത്യ ക്വാളിഫൈ ചെയ്യട്ടെ എന്നായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത തീരെ കുറവാണ്. എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിൽ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒട്ടനവധി യുവതാരങ്ങൾ ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് കുതിച്ചുയരാൻ തുടങ്ങി. പണ്ടത്തേക്കാൾ കളിശൈലിയിലൊക്കെ നല്ല മാറ്റങ്ങൾ സംഭവിച്ചു. AIFFന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഫുട്ബോളിന്റെ സ്റ്റാൻഡേർഡ്സിൽ ഇന്ത്യയിൽ ഒരു ഡൊമസ്റ്റിക് ലീഗ് കൊണ്ടുവന്നാൽ ഇന്റർനാഷണൽ ഫുട്ബോളിൽ വളരെ നേട്ടങ്ങൾ നേടാൻ സാധിക്കും എന്നായിരുന്നു. ഗ്രൗണ്ടിന് പുറത്തു മാത്രമല്ല, ഗ്രൗണ്ടിനകത്തും ISLൽ കുറേയധികം ബിഗ് നെയിംസ് ഉണ്ടായിരുന്നു. ഡെൽ പിയറോ, നിക്കോളാസ് അനൽക്ക, ബെർബറ്റോ തുടങ്ങിയ ലെജൻഡറി പ്ലെയേഴ്സ് എല്ലാം ISLൽ കളിച്ചു. അതുകൊണ്ട് തന്നെ ISLന്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചു. ഇന്ത്യൻ പ്ലെയേഴ്സിനെ ഇന്റർനാഷണൽ പ്ലെയേഴ്സിൻ്റെ ലെവലിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ISL ക്ലബ്സ് ഇന്റർനാഷണൽ ക്ലബ്സുമായി കൊളാബറേഷൻ ചെയ്തു. അങ്ങനെ മുംബൈ സിറ്റി ഗ്രൂപ്പുമായും ഒഡീഷ FC, വാട്ട്ഫോർഡ് FCയുമായും പാർട്ട്ണർഷിപ്പ് ഡീൽ ആയിട്ടുണ്ട്. 2017-18 സീസണിൽ ISLന് ഏറ്റവും വലിയൊരു ബ്രേക്ക് ത്രൂ ലഭിക്കുന്നു. ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ISLനെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്നു. അങ്ങനെ 2017-18 ISL ജേതാക്കളായ ചെന്നൈയിൻ FC AFC കപ്പിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ടീമായി മാറി. ബാക്കി എല്ലാ ലീഗുകളെ പോലെ ടേബിൾ ടോപ്പേഴ്സ് അല്ല ISL വിജയി, മറിച്ച് ടോപ്പ് 4 ടീമുകളിൽ തമ്മിലുള്ള പ്ലേ ഓഫ്സിന് ശേഷം ഫൈനൽ ജയിക്കുന്ന ടീമാണ്. എന്നാൽ 2021-22 തൊട്ട് ടേബിൾ ടോപ്പേഴ്സിന് ലീഗ് ഷീൽഡ് ജേതാക്കളായി പ്രഖ്യാപിക്കുന്നു. ജംഷഡ്പൂർ FC ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യത്തെ ലീഗ് ഷീൽഡ് ജേതാക്കൾ. 2023-24 സീസണിലെ ലീഗ് ഫോർമാറ്റിൽ 12 ടീമുകൾ മത്സരിക്കുന്നു. അതിൽ ടോപ്പ് 2 ടീം ഡയറക്റ്റ് സെമിഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ബാക്കിയുള്ള ടോപ്പ് 6-ലെ 3 മുതൽ 6 സ്ഥാനം വരെയുള്ള ടീംസ് നോക്കൌട്ട് മാച്ച് കളിച്ച ശേഷം സെമിഫൈനലിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ ഇന്ത്യൻ ടീമിന്റെ കുറച്ചെങ്കിലും വളർച്ചയ്ക്ക് പ്രധാന പങ്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിനാണ്. ഭാവിയിൽ ഇന്ത്യൻ ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു ISL ഫാനാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ISL ടീം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.